من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ സൂക്ഷിക്കണേ എന്നുണർത്തുകയാണ്. നമുക്കറിയാം, അള്ളാഹു റഹ്മാനാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന, അവൻ്റെ വിശേഷണ നാമങ്ങളെക്കുറിച്ച് ഏറെ വിശേഷിപ്പിക്കപ്പെട്ട ഒരു പദമാണ് അർ റഹ്മാൻ എന്നത്. സാധാരണ ഈ ലോകത്ത് അള്ളാഹുവിനെ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ കരുണ ചെയ്യുന്നവൻ എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥമായി നമ്മൾ പറയാറുള്ളത്. ആ മലയാള അർത്ഥത്തിൽ അത് പരിമിതമല്ല എങ്കിലും വിശാലമായ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ കുറിക്കുന്ന പദമാണ് അർ റഹ്മാൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ ബിംബക്കച്ചവടക്കാരനായ പിതാവിന് വേണ്ടി മഗ്ഫിറത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു അത് തീരുമാനിക്കപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി, അങ്ങനത്തെ കാര്യത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കേണ്ടതില്ല എന്ന് വിലക്കിയ അള്ളാഹു അതേസമയം ഇബ്രാഹിം നബിയുടെ മറ്റൊരു പ്രാർത്ഥന തിരുത്തിയതായി കാണാൻ സാധിക്കും. ആ പ്രദേശത്തെ ഫലമൂലാദികളെല്ലാം അള്ളാഹുവെ, നിന്നെ വഴിപ്പെടുത്തുന്നവർക്ക്, വിശ്വാസികൾക്ക് നീ വർദ്ധിപ്പിച്ചു നൽകണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു അതും തിരുത്തുകയാണ് ഉണ്ടായത്. അതല്ല, സത്യനിഷേധികൾക്കും ഞാനത് നൽകും എന്നാണ് അള്ളാഹു പറഞ്ഞത്. ചുരുക്കത്തിൽ ഇവിടെ സൂര്യൻ ഉദിക്കുന്നതും വായുവും വെള്ളവും വെളിച്ചവുമെല്ലാം അള്ളാഹുവിനെ വഴിപ്പെടുന്നവരെന്നോ അള്ളാഹുവിനെ വിശ്വസിക്കുന്നവരെന്നോ വിശ്വസിക്കാത്തവരെന്നോ ഭേദമില്ലാതെ എല്ലാവർക്കുമായി അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്. ഇങ്ങനെ അള്ളാഹു എല്ലാവരുടെയും അവകാശങ്ങളെ ഇഹലോകത്ത് ഒരുപോലെ കാണുകയും അവർക്കത് വകവെച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്ന് ചുരുക്കം. ഇനി നമ്മളോട് അള്ളാഹു കൽപ്പിച്ച സൂറത്തുൽ മാഇദയിൽ 5-ാമത്തെ വചനത്തിൽ അഞ്ചാമത്തെ സൂറത്തിൽ 2-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നു, വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ പുണ്യത്തിലും ഭക്തിയിലും പരസ്പരം സഹകരിക്കുക, നിങ്ങൾ കുറ്റത്തിലും പാപത്തിലും ഒന്നും സഹകരിക്കരുത് എന്ന് പറഞ്ഞിടത്തും വിശ്വാസിയോടെന്നോ അവിശ്വാസിയോടെന്നോ ഭേദമില്ലാതെ നമ്മൾ നന്മയിൽ സഹകരിക്കുക എന്നുള്ളത് കൂടി അതിൽ ഉൾക്കൊള്ളുന്നു. ആ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലമായി അള്ളാഹു സൂചിപ്പിക്കുന്നത്, അവതരണ പശ്ചാത്തലമായി തഫ്സീർ ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടത് മസ്ജിദുൽ ഹറാമിൽ നിന്ന്, അല്ലെങ്കിൽ ആയത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നത് മസ്ജിദുൽ ഹറാമിൽ നിന്ന് നിങ്ങളെ പുറത്താക്കിയതിൻ്റെ പേരിലുള്ള വിദ്വേഷം, അങ്ങനെയുള്ള ആളുകളോട് നിങ്ങൾ അനീതി പ്രവർത്തിക്കാൻ കാരണമാവരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ എത്രത്തോളം ഇസ്ലാം ഈ ലോകത്ത് സത്യനിഷേധികളുടെ പോലും അവകാശങ്ങളെ മാന്യമായി കാണുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സൂറത്തുൽ അൻആമിൽ 6-ാമത്തെ സൂറത്തിൽ 108-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, വലാ തസുബ്ബുല്ലദീന യദഊന മിൻ ദൂനില്ലാഹ്
അള്ളാഹുവിന്റെ പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആരാധ്യ വസ്തുക്കളെ നീ ശകാരിക്കരുത്, ചീത്ത പറയരുത് എന്ന്. നമുക്കറിയാം, മക്കാ മുശ്രിക്കുകൾ വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നു, അവർക്ക് പുണ്യ മൃഗങ്ങളുണ്ടായിരുന്നു. ഇതിനെയൊന്നും നീ ചീത്ത പറയരുത് എന്ന് വിശ്വാസികളോടാണ് അള്ളാഹു കൽപ്പിക്കുന്നത്. ഇനി യഹൂദികളെ, ക്രിസ്ത്യാനികളൊക്കെ വിളിച്ചുകൊണ്ട് അള്ളാഹു അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന, വിമർശിക്കുന്ന ഒരുപാട് ആയത്തുകൾ നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കും. യാ അയ്യുഹല്ലദീന ഹാദു എന്ന് വിളിച്ചുകൊണ്ടാണ് ജൂതന്മാരോട് ചില കാര്യങ്ങൾ ഖുർആൻ ഉണർത്തുന്നത്. അവിടെ അവരുടെ വിശ്വാസത്തെ വിമർശിക്കുമ്പോൾ പോലും ഹിദായത്തുമായി ഒരു ബന്ധമുള്ള ഹാദു എന്ന പദമാണ് ഖുർആൻ ഉപയോഗിച്ചത്. അതുപോലെ നസാറ യാ അയ്യുഹല്ലദീന ആമനു കുനു അൻസാറല്ലാഹി കമാ ഖാല ഈസാ ഇബ്നു മറിയം ലിൽ ഹവാരിയീന മൻ അൻസാരി ഇലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തു സഫിന്റെ അവസാന ആയത്തിൽ നമുക്ക് കാണാവുന്നത് പോലെ ക്രിസ്ത്യാനികൾ വിളിക്കുമ്പോഴും അൻസാറുകൾ, സഹായികൾ എന്ന അർത്ഥവുമായി ബന്ധമുള്ള നസാറ എന്ന പദമാണ് ഖുർആൻ ഉപയോഗിച്ചത്. അഥവാ വിമർശിക്കുമ്പോൾ പോലും അവർക്കിഷ്ടമുള്ള അഭിസംബോധനയാണ്, ഇഷ്ടമുള്ള പേര് വിളിച്ചുകൊണ്ടാണ് ഖുർആൻ അവരെ അഭിസംബോധന ചെയ്യുന്നത് എന്ന് ചുരുക്കം. എൻ്റെ മുന്നിലുള്ള ചിലരെങ്കിലും വിദ്യാർത്ഥികളാണല്ലോ. വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെക്കുറിച്ചും ഇസ്ലാം മിണ്ടാതിരുന്നിട്ടില്ല. 20-ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിലാണ് ലോകരാഷ്ട്രങ്ങളും സാമൂഹിക സംഘടനകളും സന്നദ്ധ സംഘങ്ങളും ഒക്കെ കുട്ടികൾക്ക് അവകാശമുണ്ട് എന്നതിന്, അവരുടെ അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയത്. എന്നാൽ ഇന്നത് അല്പം കൂടിപ്പോയോ എന്നാണ് നമുക്ക് തോന്നുന്നത്. എന്നിരുന്നാലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട നിയമങ്ങളൊക്കെ അവർക്ക് തന്നെ ശിക്ഷയാവുന്ന വിധം ദുരുപയോഗപ്പെടുന്ന സംഗതിയും നിലവിലുണ്ട്. എന്നാൽ ഇസ്ലാം പറയുന്നത് ശുദ്ധപ്രകൃതിയാണ് കുട്ടികൾ ജനിക്കുന്നതെന്നും അവനെ അഗ്നി ആരാധകനോ നസ്രാനിയോ യഹൂദനാക്കി തീർക്കുന്നത് അവന്റെ മാതാപിതാക്കളാണ് എന്നുമൊക്കെയാണ്. ജീവനോടെ കുഴിച്ചുമൂടിയിരുന്ന പെൺകുഞ്ഞായാൽ ജീവനോടെ കുഴിച്ചുമൂടിയിരുന്ന ഒരു കാലത്താണ് വലാ തഖ്തുലൂ ഔലാദക്കും ഖശിയത അംലാഖിൻ എന്ന് പറഞ്ഞുകൊണ്ട് ദാരിദ്ര്യ ഭയത്താൽ കുഞ്ഞുങ്ങളെ കൊന്നുകളയരുത് എന്ന് സൂറത്തുൽ ഇസ്രായിൽ 17-ാമത്തെ സൂറത്തിൽ 31-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത്. ആദ്യകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിലേക്ക് വരുന്നവരോട് കരാർ വാങ്ങിയിരുന്ന അത്ര, നിങ്ങൾ കുട്ടികളെ കൊല്ലരുത് എന്ന്. ജനിച്ച കുഞ്ഞിന് മാത്രമല്ല, ഗർഭസ്ഥ ശിശുവിന് പോലുമുള്ള അവകാശങ്ങൾ ഇസ്ലാം ഉറപ്പുവരുത്തുന്നുണ്ട്. ദമ്പതികൾ വേർപിരിയുകയാണെങ്കിൽ മുലയൂട്ടുന്ന കാലം വരെ പ്രത്യേക പരിഗണനയുണ്ട്, പ്രസവം വരെ പ്രത്യേക പരിഗണനയുണ്ട്. ഇങ്ങനെയൊക്കെ ഗർഭത്തിലുള്ള ശിശുവിന് പോലുമുള്ള അവകാശങ്ങൾ ഇസ്ലാം കണ്ടറിയുന്നുണ്ട്. 2 വർഷം ഹൗലൈനി കാമിലൈനി, 2 വർഷം പൂർണ്ണമായി നിങ്ങൾ മുലയൂട്ടണമെന്നാണ് മാതാക്കളോട് ഇസ്ലാം കൽപ്പിക്കുന്നത്. ഇന്ന് യുദ്ധഭൂമിയിൽ ഫലസ്തീനിലൊക്കെ ശിശുക്കൾ ഒരുപാട് കൊന്നൊടുക്കപ്പെടുന്നത് കാണുന്ന ഈ പശ്ചാത്തലത്തിൽ ഇസ്ലാം കുഞ്ഞുങ്ങൾക്ക് പോലും നൽകിയ അവകാശങ്ങളെ കുറിച്ച് വിശ്വാസികളായ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഒരിക്കൽ ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കൽ ഒരു പിതാവ് വന്നിട്ട് തൻ്റെ പുത്രനെ കുറിച്ച് കുറെ കംപ്ലൈന്റുകൾ പറഞ്ഞു. ആ കംപ്ലൈന്റുകളൊക്കെ കേട്ട ഉമർ റളിയല്ലാഹു കുട്ടിയെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, ഇതൊക്കെ ശരിയാണെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി തിരിച്ചു ചോദിക്കുന്ന ഒരു സംഭവം ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ആ കുട്ടി ചോദിക്കുകയാണ്, എന്തെല്ലാം അവകാശങ്ങളാണ് ഒരു പിതാവ് എനിക്ക് വേണ്ടി ചെയ്തു തരേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു പറയുന്നുണ്ട്, ഒരു നല്ല ഉമ്മയെ കണ്ടെത്തണം, ഒരു നല്ല പേരിടണം, ഖുർആനിൽ നിന്ന് അല്ലെങ്കിൽ നല്ല കൽപ്പും നന്മകൾ പഠിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ കുട്ടി തിരിച്ചു പറയുകയാണ്, ഒരു നികൃഷ്ടയായ ജൂത സ്ത്രീയാണ് എൻ്റെ മാതാവ്. ജുബൽ എന്ന അർത്ഥമുള്ള, കരിവണ്ട് എന്ന അർത്ഥമുള്ള ഒരു പദം കൊണ്ടാണ് എൻ്റെ പേരിട്ടത്. എനിക്ക് ഖുർആനിൽ നിന്നൊന്നും പഠിപ്പിച്ചു തന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടിയെ വിട്ട് ശിക്ഷാർഹൻ പിതാവാണെന്ന് വിധിക്കുകയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തത്. വിദ്യാഭ്യാസ നിഷേധമായിരുന്നാലും കുട്ടികൾക്ക് വിദ്യ നിഷേധിക്കരുത്, ചെറിയ കുട്ടികളെ കൊണ്ട് ബാലവേല ചെയ്യിക്കരുത്, അവർക്ക് പോഷകാഹാര കമ്മി ഉണ്ടാവരുത് എന്നൊക്കെ ഉണർത്തുന്ന നബിവചനങ്ങൾ, നബിപാഠങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. യതീം മക്കളോട് പോലുമുള്ള അവകാശങ്ങൾ
കൃത്യമായി ഇസ്ലാം വരച്ച് കാണിക്കുന്നുണ്ട്. വലാ തഖറബൂ മാലൽ യതീം, യതീമിന്റെ മുതലുകളെ നിങ്ങൾ നല്ല രീതിയിലല്ലാതെ സമീപിക്കരുത്. ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സൻ, നല്ല രീതിയിലല്ലാതെ അതിനെ സമീപിക്കരുതെന്ന് ഖുർആൻ സൂറത്ത് ഇസ്രായേൽ 17-ാമത്തെ സൂറത്തിൽ 34-ാമത്തെ വചനത്തിൽ പറഞ്ഞു. സൂറത്തുൽ ഫജ്റിൽ അല്ലാഹു 59-ാമത്തെ സൂറത്തിൽ 17-ാമത്തെ വചനത്തിൽ പറയുന്നു, കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം, നിങ്ങൾ അനാഥയെ ആദരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഒരു പാവപ്പെട്ട അനാഥക്ക് സഹായം കൊടുക്കുന്നില്ല എന്നല്ല പറഞ്ഞത്, അനാഥയെ ആദരിക്കുന്നില്ല എന്ന്. പതിവ് പലചരക്ക് കടയിൽ പോലും അനാഥകൾ അനാദരിക്കപ്പെടാറുണ്ട്. മറ്റുള്ളവർക്കൊക്കെ ചോദിക്കാനും പറയാനും ആളുണ്ട് ഉള്ള നിലയ്ക്ക് അവനെ മാറ്റി നിർത്തുന്ന ഒരു സാമൂഹിക സാഹചര്യത്തിൽ കൃത്യമായി ഒരു അനാഥയോട് എങ്ങനെ പെരുമാറണം, യതീമദാ മക്റബ എന്ന് പറഞ്ഞിട്ട് സൂറത്തുൽ ബലദിൽ മലമ്പാത നിങ്ങൾ താണ്ടിക്കടന്നില്ല. എന്ത് യതീമിനെ പരിഗണിക്കാതെ അത് സാധ്യമല്ല എന്നാണ് ഖുർആൻ ഉണർത്തുന്നത്. അടിച്ചമർത്തരുത് എന്ന് സൂറത്തു വുഹായിൽ നബിയോട് ചോദിക്കുന്നു. അലം ജിസിക യതീമൻ ഫആവ, നിന്നെ യതീമായി കണ്ടിട്ട് അവനെ ഉയർത്തിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഖുർആൻ. സൂറത്തുൽ മാഊനിൽ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം എന്ന് പറഞ്ഞുകൊണ്ടും യതീമുകളുടെ അവകാശത്തെക്കുറിച്ച് ഇസ്ലാം സംസാരിക്കുന്നു. മതത്തെ കളവാക്കുന്നവനെ നീ കണ്ടുപോ എന്ന് ചോദിച്ചുകൊണ്ട് മതത്തെ കളവാക്കുന്ന, ഇസ്ലാമിനെ കളവാക്കുന്നവൻ അനാഥയെ ആദരിക്കാത്തവനാണ് എന്ന് കൃത്യമായി ഖുർആൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇസ്ലാമിലെ ശിശു അവകാശങ്ങളുടെ നിർവചനത്തിൽ അവർക്ക് ഭക്ഷണം വേണം, പാർപ്പിടം ഒരുക്കണം, പരിസരം ഭംഗിയാവണം, ആശുപത്രിയും പാർക്കുകളും പൊതുയിടങ്ങളും ഒക്കെ ശിശു സൗഹൃദമാവണമെന്നുമൊക്കെ ഇസ്ലാമിക നിയമസംഹിതകൾ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അവർ നമുക്ക് കൺകുളിർമയാണ്. അവർക്ക് സ്നേഹവും പരിലാളനവും നൽകേണ്ടതുണ്ട്, അവർക്ക് പരിഗണന കൊടുക്കേണ്ടതുണ്ട്. എന്തിന് അനാഥ കുട്ടികളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ സ്വന്തം കുട്ടികളെ ലാളിക്കരുത് എന്ന് പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം കുട്ടികളുടെ അവകാശങ്ങൾ അവരെ മനസ്സ് കണ്ടറിഞ്ഞു നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുഞ്ഞുങ്ങളെ ചുംബിക്കുമായിരുന്നു. ഒരിക്കൽ 10 കുട്ടികളിൽ ഒരാൾ പറയുന്നുണ്ട്, ഞാനിതുവരെ എൻ്റെ കുട്ടികളെ ഒന്നും ചുംബിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ, നിന്റെ മനസ്സിൽ നിന്ന് കാരുണ്യമെടുത്ത് കളഞ്ഞതിന് ഞാൻ എന്ത് ചെയ്യാനാണ് എന്നാണ് ആ ആളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. വെള്ളിയാഴ്ച മിമ്പറിലായിരിക്കെ പോലും പേരക്കുട്ടികൾ കളിച്ചുകൊണ്ട് എടുത്തു വരുമ്പോൾ ഇറങ്ങി അവർ എടുത്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു നബിയെ നമുക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണാൻ സാധിക്കുന്നു. സുജൂദിൽ ഒരു കുട്ടി തോളിലിരുന്നപ്പോൾ സഹാബികൾ സുജൂദ് ദീർഘിച്ച് പോയതാണോ എന്ന് തോന്നുമാറ് എന്ന് അദ്ദേഹത്തോട് അന്വേഷിക്കുമാറ് കുറേ നേരം സുജൂദിൽ അവർക്ക് കളിക്കാൻ ഇടം നൽകിയ, നമസ്കാരത്തിൽ പോലും കുട്ടികളുടെ അവകാശങ്ങൾ അവരുടെ മനസ്സിനെ കണ്ടറിഞ്ഞ ഒരു റസൂലിനെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 10 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വൃത്യനായി കഴിഞ്ഞ അനസിനോട് ഒരിക്കൽ പോലും വൈ യു ഡു ദിസ്, നീ എന്തുകൊണ്ട് ഇത് ചെയ്തു അല്ലെങ്കിൽ ചെയ്തില്ല എന്ന് എന്നോട് ചോദിച്ചിട്ടല്ല എന്ന് അനസ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നടന്നു പോവുക കുട്ടികളെ കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം ചൊല്ലുമാറായിരുന്നു, അവരോടൊപ്പം കളിക്കുമായിരുന്നു. ഒരു കുട്ടിത്വമുള്ള പത്നിയായ ആയിഷയോട് പോലും ഓട്ട മത്സരം നടത്തിയിരുന്നു എന്നൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, ഉമേർ എന്നൊരു ഒരു കുട്ടിയെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അന്വേഷിക്കുന്നത് നിന്റെ കുരുവി കുഞ്ഞിന്റെ വിശേഷം എന്താണ്. കുട്ടികളോട് അവരുടെ മനസ്സറിഞ്ഞ് ആദ്യം അന്വേഷിക്കാൻ ദീൻ പഠിപ്പിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃകയായിട്ടുണ്ട്. ഒരു സഹാബി ഒരിക്കൽ ഒരു കുഞ്ഞിനെ എങ്ങനെ ചുംബിക്കുകയും മടിയിലിരുത്തുകയും അടുത്ത കുട്ടിയെ ചാരത്തിരുത്തുകയും ചെയ്തപ്പോൾ അത് വിവേചനമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. കുട്ടികളിൽ ഒരാൾക്ക് മാത്രം സമ്മാനം കൊടുക്കരുത് എന്നും സമ്മാനം കൊടുക്കുകയാണെങ്കിൽ എല്ലാവരെയും പരിഗണിക്കണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മുതിർന്നവർക്കൊപ്പം കുട്ടികളോട് പള്ളിയിൽ വരാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിരുന്നു. കൂടിയാലോചനകളിൽ അവരോട് അഭിപ്രായം തേടിയിരുന്നു. നമ്മളൊക്കെ വീട്ടുകളിൽ എന്തെങ്കിലും സാധനങ്ങൾ അല്ലെങ്കിൽ ഒരു പെയിന്റ് അടിക്കുകയാണെങ്കിൽ പോലും കുട്ടികളോടടക്കം അന്വേഷണം, അഭിപ്രായം തേടണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഭക്ഷണം ഒരിക്കൽ വലതുഭാഗത്തൊരു കുട്ടി ഇരിക്കുമ്പോൾ ഇടതുഭാഗത്തൊരു വൃദ്ധനെ കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനോട് സമ്മതം ചോദിച്ചിട്ടാണ് ഈ വൃദ്ധന് വിളമ്പാൻ
തയ്യാറാവുന്നത്. ഇങ്ങനെ അവിടെ വ്യക്തിത്വ വളർച്ചയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി ഇടപെട്ടിരുന്നു. 10 വയസ്സായാൽ അവരെ മാറ്റിക്കിടത്തണമെന്ന് പറഞ്ഞു. 10 വയസ്സായാൽ നമസ്കരിച്ചില്ലെങ്കിൽ അടിക്കണമെന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 7 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള ഒരു 3 കൊല്ലത്തെ കാലഘട്ടത്തിൽ ആ അടിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അവിടെ തർബിയത്തിനൊക്കെ പടിപടിയായി അവനെ ഉപദേശിച്ച് വളർത്തുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചത്. ബാലപീഡനങ്ങളും കുട്ടികളുടെ അവകാശ ദംശനങ്ങളും ഒക്കെ ഉള്ള ഈ കാലത്ത് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളുടെ അവകാശത്തെക്കുറിച്ച് പഠിപ്പിച്ചതിനെ കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. മനുഷ്യാവകാശങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ കടന്നു ചെല്ലേണ്ട മറ്റൊരു മേഖലയാണ് ഇന്ന് ഇന്ത്യയിൽ ഈയിടെ ആഗസ്റ്റ് 8 ചോദ്യം ഭേദഗതി കൊണ്ടുവരുന്ന വഖഫ് നിയമം. നമുക്കറിയാം, മറ്റുള്ളവർക്ക് ഒരു ഇടപെടലും നടത്തേണ്ട ആവശ്യമില്ലാത്ത ഒരു സംഗതിയാണ് വഖഫ്. ഒരാൾ സ്വമേധയാ സ്ഥിരമായ ഒരു നന്മ ഉദ്ദേശിച്ചുകൊണ്ട്, അത് കുടിവെള്ളത്തിനാകട്ടെ, പള്ളി പരിപാലനത്തിനാകട്ടെ, ധർമ്മസ്ഥാപനങ്ങൾ നടത്തുന്നതിനാകട്ടെ, ഭക്ഷണത്തിനാകട്ടെ, ഇങ്ങനെ എന്തിനെങ്കിലും സ്ഥിരമായൊരു സ്വത്ത് നിലനിർത്തി അതിന്റെ വരുമാനം എടുക്കുന്നതിനാണല്ലോ വഖഫ് എന്ന് പറയുന്നത്. ഇത് മറ്റൊരാൾക്കും ഒരു നിലക്കും ഉപദ്രവമില്ലാത്തതാണ്, മറ്റൊരാൾക്കും ബാധിക്കാത്തതാണ്. ഇങ്ങനെ കാലാകാലങ്ങളായി ഒരുപാട് വഖഫ് സ്വത്തുക്കൾ ഇന്ത്യയിലുണ്ട്. ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ റെയിൽവേയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വഖഫ് സ്വത്തുക്കൾ ഉള്ളത് വഖഫ് ബോർഡിനാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ ഇതിൽ ബഹുഭൂരിപക്ഷവും അന്യാധീനപ്പെട്ടു എന്നുള്ളതാണ് സത്യം. ഒന്നാം പ്രതിസ്ഥാനത്തുള്ളത് ഡൽഹി കോർപ്പറേഷനും ആർക്കിയോളജി വകുപ്പും റെയിൽവേയും ഒക്കെയാണ്. ഒരുപാട് വഖഫ് സ്വത്തുക്കൾ അവരുടെ കൈക്കലായി പോയിട്ടുണ്ട്. മില്ലേനിയം ഇടയ്ക്ക് ഉദ്ഘാടനം ചെയ്ത ഒരു മുൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഇത് 10 ഏക്കറോളം വഖഫ് സ്വത്ത് കയ്യേറിയിട്ടാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തിന് അംബാനിയുടെ ആഡംബര വസതി പോലും മതിയായ വില കൊടുക്കാതെയുള്ള ഒരു വഖഫ് ഭൂമിയിലാണ് നിർമ്മിക്കപ്പെട്ടത് എന്ന് വായിക്കാൻ സാധിച്ചു. റിസോർട്ട് മാഫിയ മുനപ്പം വിഷയം വഖഫുമായി ബന്ധപ്പെടുത്തി ചർച്ചയാക്കിയതും ദുഷ്ടലാക്കോടുകൂടി ചർച്ചയിൽ കൊണ്ടുവന്നതും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു. എന്തിന് കോഴിക്കോട് നഗരത്തിൽ ചിന്താവളപ്പിലടക്കം ഒരുപാട് സ്വത്തുക്കൾ സർവ്വസ്ഥലത്തും നമുക്ക് നോക്കിയാക്കാം. ആർക്കും ഉപയോഗമില്ലാതെ തർക്കത്തിലും കേസിലും ഒക്കെ ഉൾപ്പെടുത്തിയും ആർക്കും ഉപയോഗിക്കാൻ പറ്റാതെ അങ്ങനെ നശിച്ചു പോവുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സച്ചാർ കമ്മീഷനൊക്കെ ഈ വഖഫ് സ്വത്ത് മാത്രം ഉപയോഗിച്ചാൽ മുസ്ലിങ്ങളുടെ എല്ലാ പിന്നാക്കാവസ്ഥയും ഇല്ലാതാക്കാമെന്ന് പറഞ്ഞത്. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഒരു കത്ത് അതിൽ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട്. ആ സ്വത്ത് അന്യാധീനപ്പെട്ട സ്വത്ത് മാത്രം വകയിരുത്തി അതിന്റെ നിലപാടുകൾ ക്രമീകരിച്ചാൽ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പിന്നാക്കാവസ്ഥക്ക് ഒരു പരിധിവരെ പരിഹാരമാകുമെന്ന് പറയുന്നുണ്ട്. നിയമത്തിൽ തടവ് ശിക്ഷ വരെ അനുശാസിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഫ്രീസറുകൾ ഉറങ്ങുകയെന്ന നിയമം പോലെയാണ്. ഇവിടെ ചുരുക്കത്തിൽ സൂചിപ്പിക്കാനുള്ളത് 40-ലധികം ഭേദഗതി നിർദ്ദേശിക്കപ്പെട്ട നിയമങ്ങളിൽ പലതും വാക്കാലുള്ളത് പറ്റൂല. പണ്ടൊക്കെ രേഖപ്പെടുത്തുന്നതിന് മുമ്പ് വാക്കാൽ വഖഫ് ചെയ്തത് പറ്റൂല. അങ്ങനെ കുറെ സ്വത്ത് ഇല്ലാതാക്കാം. അതുപോലെ മറ്റു മതക്കാർക്ക് വഖഫ് ചെയ്യാമായിരുന്നു. പൊതു മുസ്ലിങ്ങൾ വഖഫ് ചെയ്തിരുന്നു. അത് പറ്റൂല. 5 വർഷം ഒരു മതം അനുഷ്ഠിച്ചവനെ, ഇസ്ലാം അനുഷ്ഠിച്ചവനെ വഖഫ് പാടുള്ളൂ എന്ന് പറഞ്ഞു. അതുപോലെ വഖഫ് സ്വത്തുക്കളോടുള്ള തർക്കം ജില്ലാ ജഡ്ജി ഉൾപ്പെട്ട ട്രിബ്യൂണലിൽ നിന്ന് അത് സർക്കാരിലേക്ക്, ജില്ലാ കളക്ടറിലേക്ക് മാറ്റി ബോർഡിലേക്ക് തിരഞ്ഞെടുപ്പിലൂടെ നിയമനം നടത്തിയിരുന്നത് ഇഷ്ടജനങ്ങളെ തിരികെ കയറ്റാൻ വേണ്ടി നോമിനേഷൻ നിർദ്ദേശിക്കപ്പെട്ടു. ഇതര മതസ്ഥരെ അതിൽ ഈ ബോർഡിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. ദേവസ്വം ബോർഡിൽ നമ്മൾ കാണുന്നില്ല, ക്രിസ്തീയ സഭകളിൽ നമ്മൾ കാണുന്നില്ല. ഇങ്ങനെ വഖഫ് ബോർഡിന്റെ അധികാരം സർവ്വതലത്തിലും കളക്ടറിലേക്ക് മാറ്റിക്കൊണ്ട് ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം മൂലം ഭാവിയിൽ വഖഫ് സ്വത്തുക്കൾക്ക് വലിയ കയ്യേറ്റം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്ന വിധത്തിലാണ് കാര്യങ്ങൾ. ഈ അവകാശ ധ്വംസനത്തിനെതിരെയും ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രാർത്ഥന ഉയരുന്നുണ്ട്. എന്നെ ബാധിക്കില്ല എന്നതുകൊണ്ട് ഇതൊന്നും നമ്മൾ വിചാരിക്കാതിരുന്നുകൂടാ. ഇങ്ങനെ സ്ത്രീകൾക്കടക്കം ഒരുപാട് അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന ഒരു മതമാണ് നമ്മളിത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായ അള്ളാഹുവിൻ്റെ ഉത്ബോധനങ്ങൾ എങ്ങനെ നമ്മുടെ അവകാശങ്ങളെയും അന്യന്റെ അവകാശങ്ങളെയും സംരക്ഷിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായ ഒരു നിലപാടും വിചാരവും ഒക്കെ ഉള്ളവരായി നമ്മൾ മാറേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.
അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ബഹുമാന്യരെ, ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിക്കണേ എന്ന് ഉണർത്തുകയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഒരു പുതുവർഷത്തേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ. ന്യൂ ഇയർ ആഘോഷിക്കാനും ഒരുപാട് തയ്യാറെടുപ്പുകൾ വിവിധ അങ്ങാടിയിലും ഹോട്ടലുകളും ലൈറ്റ് ഷോകളും കാർണിവലുകളും ഒക്കെയായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. പൊട്ടിക്കാനുള്ള കുപ്പികളും പടക്കങ്ങളും ഒക്കെ തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ വിശ്വാസികളെന്ന നിലക്ക് നമ്മൾ ആലോചിക്കേണ്ടത്, ഇങ്ങനെ പുറത്തെവിടെയോ പൊട്ടിച്ച് അറമാദിച്ച് ചാടിക്കളിച്ച് ഉണ്ടാക്കേണ്ട ഒരൊന്നാണോ മനസ്സിലെ സന്തോഷം? നമ്മുടെ സന്തോഷത്തിനാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. ഇങ്ങനൊരു സന്തോഷം പുറത്തെവിടെയെങ്കിലും തേടിക്കൊണ്ട് തൽക്കാലം മറക്കുക എന്നല്ലാതെ നിരർത്ഥകമായ ആഘോഷങ്ങളാണ് ഇങ്ങനെയുള്ള വേളകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പുതുവർഷമായാൽ പത്രമാധ്യമങ്ങളിലൊക്കെ കുറേ എത്ര മദ്യം ഒഴുക്കി എത്ര കരിമരുന്നുകൾ പ്രയോഗിച്ചു എന്നുള്ള കണക്കൊക്കെ പുതുവർഷത്തിൻ്റെ ആദ്യ ദിവസത്തിൽ വരാറുണ്ട്. സത്യത്തിൽ ഈ പുതുവർഷം എന്നത് തന്നെ ഒരു ആപേക്ഷികമായ സംഗതിയാണ്. നമുക്ക് ഹിജറ വർഷം തുടങ്ങുന്നത് മുഹറത്തിലാണ്, വിദ്യാഭ്യാസ വർഷം തുടങ്ങുന്നത് ജൂണിലാണ്, സാമ്പത്തിക വർഷം തുടങ്ങുന്നത് മാർച്ചിലാണ്, മാർച്ച് 31 കഴിഞ്ഞിട്ടാണ്. അങ്ങനെ മലയാള മാസം തുടങ്ങുന്നത് ചിങ്ങ മാസത്തിലാണ്. ഇങ്ങനെ വ്യത്യസ്ത ആഘോഷങ്ങൾ കാലഗണനയാണ് പലതരത്തിൽ നമ്മൾ കാണുന്നത്. ഏതായിരുന്നാലും അള്ളാഹു പറയുന്നു, യുകല്ലിബുല്ലാഹൽ ലൈല വന്നഹാറ ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അൽബാബ്. സൂറത്തുൻ നൂർ 24-ാമത്തെ സൂറത്തിൽ 44-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, അള്ളാഹു ആണ് രാവും പകലും മാറ്റിമറിച്ചുകൊണ്ട് ഇവിടെ കാര്യങ്ങൾ വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായും മനോദൃഷ്ടിയുള്ളത്, മനസ്സിൽ കണ്ണുള്ളവർക്ക് ഇതിലൊക്കെ ചിന്താവിഷയമുണ്ട് എന്നാണ്. ഇത് ആഘോഷിച്ച് കളയേണ്ട ഒരു സംഗതിയല്ല. വാട്സപ്പിൽ ഈയിടെ കണ്ടൊരു സന്ദേശം, വയസ്സാവുന്നത് ആഘോഷിക്കുന്നത് വിഡ്ഢിയായ മനുഷ്യനെ കുറിച്ചായിരുന്നു. ഒരു സംഗതി നഷ്ടപ്പെട്ടാൽ നമ്മൾ ആഘോഷിക്കും. നമ്മുടെ ഒരു വയസ്സ് നഷ്ടപ്പെടുകയാണ് ഇവിടെ ഉള്ളത്. ഖബറിലേക്കുള്ള കാൽപ്പാടുകൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മൾക്ക് വായിക്കാനായത് രണ്ട് പ്രമുഖ വ്യക്തികൾ, പ്രസിദ്ധനായ ഒരു എഴുത്തുകാരനും പ്രഗുഭനായ ഒരു സാമ്പത്തിക വിദഗ്ധനും മുൻ പ്രധാനമന്ത്രിയും ഒക്കെ ആയിരുന്ന ആളുകൾ മരിച്ചുപോയതാണ്. അവരൊക്കെ വിഖ്യാതമായ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ സങ്കീർണമായ കണക്കുകളിൽ നിന്ന് ഒരു പൂജ്യത്തിലേക്ക്, മറ്റൊരു ലോകത്തിലേക്ക് യാത്രയായി. വളർന്നാൽ വലിയ ആളാവും, അന്നാരെയും ഭയപ്പെടേണ്ടതില്ല. ആരടാ എന്ന് ചോദിച്ചാൽ ചുളിയാതെ ഉറച്ച സ്വരത്തിൽ പറയാം, ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നാലുകെട്ട് എഴുതിയൊരു സാഹിത്യകാരൻ ആരുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറിപ്പോയി, വേറൊരു ലോകത്തേക്ക് മാറിപ്പോയി. ഇങ്ങനെ നമ്മളും ഒരു ദിവസം മാറേണ്ടതാണ്, പോവേണ്ടതാണ്. ആ മരണത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുകയാണ് എന്ന കാര്യം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കലണ്ടറുകൾ മാറിത്തോക്കുമ്പോൾ ഒരു ഇവാലുവേഷനും ഒരു ഓഡിറ്റിങ്ങുമാണ് നമ്മൾ നടത്തേണ്ടത്. ഹാസിബു ഖബല അൻ തുഹാസബു. നിങ്ങൾ വിചാരണയ്ക്കെത്തും മുമ്പ് സ്വയം ഒന്ന് വിചാരണ ചെയ്തു നോക്കുക എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു നമ്മളോട് പറഞ്ഞത്. സാമ്പത്തിക വികസന കണക്കുകളൊക്കെ പത്രത്തിൽ ഓരോ വർഷം കഴിയുന്തോറും ഇങ്ങനെ ഓഡിറ്റിങ്ങും അതിന്റെ കണക്കുകളും വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഈ കഴിഞ്ഞ വർഷം 2024 എന്നെ സംബന്ധിച്ചോളം എത്രത്തോളം അള്ളാഹുവിന് അനുകൂലമായി സാക്ഷി പറയാവുന്ന മണിക്കൂറുകളും ദിവസങ്ങളും ഉണ്ടായിരുന്നു എന്നാണ്. ഇനി പുതിയ വർഷം വരുമ്പോൾ നമ്മളൊരു നന്മ സ്വീകരിക്കാൻ, ഇനി റമദാനായാലും ഇതുപോലെയുള്ള പുതുവർഷങ്ങൾ നന്നാവാനുള്ള തിരക്കിലാണ്. ഇനി 1-ാം തീയതിയല്ല. ശറാബ് പീനേത്തോ മസ്ജിദ് അംബേദ്കർക്കയോ നഹേത്തോ ജഗാദേക്കോ ഉദർ ഹുദാ നഹോ എന്ന് അല്ലാമ ഇഖ്ബാൽ പറഞ്ഞിട്ടുണ്ട്. കള്ള് കുടിക്കുകയാണെങ്കിൽ നിങ്ങൾ പള്ളിയിൽ നിന്ന് കുടിച്ചോളൂ, അല്ലെങ്കിൽ അള്ളാഹു കാണാത്ത ഒരു ഇടം നോക്കിക്കോളൂ എന്ന് പറഞ്ഞത്. നമ്മൾ നന്നാവുകയാണെങ്കിൽ എന്നും നന്നാവേണ്ടതാണ്. ഏതായാലും ഈ ഒരു നന്മ സ്വീകരിക്കുന്ന ഒരു അവസരമാണെങ്കിൽ, ഒരു പ്രാർത്ഥന പുതിയതായി പഠിച്ചുകൊണ്ട് ഉറങ്ങുമ്പോഴാണെങ്കിൽ, ബാങ്ക് കേൾക്കുമ്പോഴാണെങ്കിൽ അതിന് ജവാബ് ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു ചെറിയ പ്രാർത്ഥനയെങ്കിലും, ഒരായത്തെങ്കിലും ഇനി ദിവസം ഞാൻ പഠിക്കുമെന്ന് സാധാരണ പറയാറുള്ളത് ഉത്ബോധിപ്പിക്കാറുള്ള, അങ്ങനെ എന്തെങ്കിലും ഒരു നന്മ സ്വീകരിക്കാൻ ഇതൊക്കെ നമുക്ക് നിമിത്തമാവേണ്ടതുണ്ട്. മുസ്തഫ സബായി എന്ന ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്, ഓരോ പ്രഭാതവും വന്നുകൊണ്ട് പറയുന്നു, ഞാനിതാ അള്ളാഹുവിൻ്റെ ഒരു പുതിയ സൃഷ്ടിയാണ്,
ഇനി പോയാൽ ഞാൻ വരില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ ഉപയോഗപ്പെടുത്തുക എന്നൊക്കെ പറയുന്നതായി ഇങ്ങനെ ഓരോ ദിവസവും അതുകൊണ്ട് വർഷമായാലും നമ്മൾ വിചിന്തനം ചെയ്യുകയും അള്ളാഹുവിന് ശുക്ർ ചെയ്യുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ നന്മയിലേക്ക് അടുക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറുൻ മിനന്നാസ് അസ്സിഹ വൽ ഫറ. ഒഴിവു സമയവും ആരോഗ്യവും ഒക്കെ നിങ്ങൾ മനുഷ്യനെ വഞ്ചിച്ച് കളയുന്ന രണ്ട് അനുഗ്രഹങ്ങളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരിക്കൽ റസൂലുള്ളാഹി പറഞ്ഞു, ഇത്തനിം ഹംസൻ ഖബ്ല ഹംസിൻ. നിങ്ങൾ അഞ്ച് കാര്യങ്ങൾ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ കരുതുക. ശബാബക ഖബ്ല ഹറമക്. വാർദ്ധക്യത്തിൽ നിന്ന് യുവത്വത്തെ, സമ്പത്ത് ഇല്ലാതാവുന്നതിന് മുമ്പ് സമ്പത്തിനെ, നിങ്ങൾക്ക് തിരക്കിലാകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒഴിവു സമയത്തെ, മരണമെത്തുന്നതിന് മുമ്പ് ജീവിതത്തെ ഒക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വേറൊരു നബി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഇങ്ങനെയാണോ, ലാ തഖൂമു സാഅ. അന്ത്യനാൾ സമാഗതമാവുകയില്ല. ഒരു വർഷം ഒരു മാസം പോലെ തോന്നും, ഒരു മാസം ഒരാഴ്ചയെ പോലെ തോന്നും, ഒരാഴ്ച ഒരു ദിനത്തെ പോലെ തോന്നും, ദിവസം ഒരു മണിക്കൂർ പോലെ അങ്ങ് കഴിഞ്ഞു പോകും. ഒരാളല് പോലെ, ഒരു മിന്നാട്ടം പോലെ ഒരു ദിവസം ഒരു മണിക്കൂർ പോലെ അങ്ങ് കഴിഞ്ഞു പോകും എന്നൊക്കെ, ഒരു മണിക്കൂർ ഒരു മിന്നാട്ടം പോലെ അങ്ങ് കഴിഞ്ഞു പോകും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിച്ച പോലെ അതിവേഗത്തിൽ കാലം പോവുകയാണ്. നമ്മൾ ആലോചിക്കുക, 2024 എത്രത്തോളം നമുക്ക് ഉപയോഗപ്പെട്ടോ അല്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോയോ. ഇനിയൊരു വർഷമെങ്കിലും അങ്ങനെ ഉണ്ടാവരുത്. ഇനിയുള്ള മണിക്കൂറുകളെങ്കിലും നമ്മൾ നന്മയിൽ, വരുന്ന ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ, വർഷമായിരുന്നാലും അതൊക്കെ നന്മയിലേക്ക് പരിവർത്തിപ്പിക്കപ്പെടാനുള്ള ഒരു കരുതിക്കുട്ടലാണ്. ആഘോഷങ്ങൾക്കപ്പുറം അതിനൊക്കെ നിരാകരിക്കുന്നതിനോടൊപ്പം നമ്മൾ ഉണ്ടാവേണ്ടത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ വജർ വാലിദൈനാ മിനൻ നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്ൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ.